ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ റോസ് സമൂസയാണ്. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുത്തത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം നമുക്ക് ആ ഒരു റോസ് പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ പിടിക്കാനായിട്ട് കിട്ടണം. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിതിങ്ങനെ പിടിക്കുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കട്ടയായിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ ഓയിൽ ചേർക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള റോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി പുഴുങ്ങിയെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 സ്പൂണോളം ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ സമയത്ത് ചിക്കൻ ചേർക്കുന്നില്ല. ചിക്കൻ ചേർക്കാതെ കുറച്ച് മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചിക്കൻ കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കന് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കയ്യിൽ പിടിക്കുമ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം. ഒരുപാട് ലൂസാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇത് മാറ്റാം. കയ്യിൽ കുറച്ചൊന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വാങ്ങാം. ഏകദേശം ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോൾസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്ന മാവിൽ നിന്ന് പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് തിന്നായിട്ടും വേണ്ട. നമുക്ക് ചപ്പാത്തിയുടെ ആ ഒരു രീതിയിലുണ്ട്, അതിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റീൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കട്ടാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ചെറുതായി പോകണ്ട. നമുക്ക് ഈ ഒരു സൈസിൽ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾ ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി. നമുക്ക് ആ ഒരു സൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വന്ന മാവൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് തന്നെ പരത്തിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഓരോരോ ഈ ഒരു സർക്കിൾ ഷേപ്പിനെ ഇതുപോലെ കട്ടാക്കി കൊടുക്കുക. കണ്ടില്ലേ, 2 സൈഡിലും സെൻറ്ററിലോട്ട് വന്നിട്ട് കട്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അങ്ങനെ 4 സൈഡിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നടുവിലായിട്ട് നമ്മുടെ ആ ഒരു ബോൾ വെക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഫില്ലിംഗ് ആയിട്ടുള്ള ബോൾ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ മാവ് നല്ല ലൂസായിട്ടാണ്, അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളം തടവിയതിന് ശേഷം വേണം ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ മാവ് നല്ല ലൂസായതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടി കിടന്നോളും. അല്ലെങ്കിൽ കയ്യിൽ കുറച്ചൊന്ന് വെള്ളം തടവിയതിന് ശേഷം ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്, നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഓരോരോ പെറ്റൽസും ഇതുപോലെ ഒന്നങ്ങ് ജസ്റ്റ് മുകളിലോട്ട് വലിച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ മാവ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് വിട്ടു പോകും തോന്നുകയാണെങ്കിൽ ചെയ്തതിന് ശേഷം വേണമെങ്കിലും കൈവച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പെറ്റൽസ് വിട്ടുപോയില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. മാവ് നല്ല ഡ്രൈ ആവുമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് തന്നെ അങ്ങ് ഒട്ടി നിന്നോളും. അല്ലെങ്കിൽ കൈവച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ റോൾ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇതുപോലെ വെള്ളം തടവി കൊടുത്താൽ മതി അകത്ത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സമൂസ റെഡിയായി. അപ്പോൾ ഈ സമൂസകളെല്ലാം നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഡീപ്പ് ഫ്രൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് എണ്ണ എടുക്കുക. ഇത് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതുപോലെ നിങ്ങൾ വിചാരിക്കും അകത്തുള്ള ആ ഒരു ഫില്ലിങ് പുറത്ത് വരുമെന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത്, അതൊന്നും ഉണ്ടായില്ല. കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിത് ഫ്രൈ ആക്കണം. കാരണം കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുക. അതുപോലെ ഉൾവശത്ത് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തല്ല, അതെല്ലാം നല്ല കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായി. ഒരുപാട് ഫ്ലെയിം കുറഞ്ഞു പോകുന്നത് തോന്നുമ്പോൾ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ഫില്ലിങ്ങും അതുപോലെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ്. ചൂടോടുകൂടി കഴിക്കുന്നതാണ് കുറച്ച് കൂടുതൽ നല്ലത്. തണുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിൻ്റെ സമയമൊക്കെയാണ്. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഒരുപാട് റെസിപ്പീസൊക്കെ ഇഫ്താർ സ്പെഷ്യലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്